ഹായ് ഹലോ. സോ ഒരു മിനിറ്റ്. ഈ നമ്മൾ ക്യാമറയിലേക്ക് നോക്കി സംസാരിക്കണോ അതോ നേരെ സംസാരിക്കണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. നേരെ സംസാരിക്കാം, ദാറ്റ് ഈസ് മോർ കംഫർട്ടബിൾ ഫോർ മീ. ഓക്കെ. സോ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് റീസൺസാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ഐ ലവ് കണ്ടന്റ് ക്രിയേഷൻ. രണ്ട് എന്ന് പറയുന്നത് ഞാൻ പണ്ട് മുതലേ എന്നോട് തന്നെ പറയുന്നൊരു കാര്യമാണ്, വരദ, നീ ഒരു കരിയർ ചൂസ് ചെയ്യുമ്പം അതൊരിക്കലും ഒരാൾ ഫോഴ്സ് ചെയ്തിട്ടുള്ളതായിരിക്കരുത്. നിനക്ക് ഇഷ്ടപ്പെട്ട് നീ എൻജോയ് ചെയ്യുന്ന ഒരു കരിയർ ആയിരിക്കണം നീ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. സോ ദിസ് കണ്ടന്റ് ക്രിയേഷൻ ഈസ് മൈ കപ്പ് ഓഫ് ടീ. ഞാൻ ജസ്റ്റ് ടൈം പാസ് ആയിട്ട് തുടങ്ങിയൊരു സംഭവമല്ല ഇത്. എനിക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യണം, നല്ല കണ്ടന്റ്സ് അപ്ലോഡ് ചെയ്യണം. ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുന്നത്. സോ ഇപ്പം ആസ് എ ബിഗിനർ ഐ എം സോ ഹാപ്പി. ഒരു 3 to 4 months ആയിട്ടുള്ളൂ ഞാൻ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയിട്ട്. അത് കഴിഞ്ഞിട്ടും കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ബട്ട് വിത്തിൻ 2 weeks, ഐ തിങ്ക് വിത്തിൻ 1.5 weeks എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയി. ആ സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ജസ്റ്റ് തുടങ്ങിയ പാടെ എനിക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് ഒരു വീഡിയോ, ഐ തിങ്ക് ഞാൻ സെക്കൻഡ് ഇട്ട വീഡിയോ എബവ് 100K പോയിട്ടുണ്ടായിരുന്നു. അതിൽ വന്ന കമൻസ് എന്നൊക്കെ പറയുന്നത് ശരിക്കും എൻ്റെ ആ ദിവസം തന്നെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം ഒട്ടും അറിയാത്ത, എന്താ പറയാ, എന്നെ തീരെ അറിയാത്ത കുറെ ആൾക്കാർ എന്നെ കോംപ്ലിമെന്റ് ചെയ്യുന്ന കണ്ടപ്പം ഐ എം സോ ഹാപ്പി. അതിന് മേലെ എനിക്ക് വേറെ ഒന്നും വേണ്ട. സോ ദാറ്റ് ഈസ് മൈ ജേർണി ടിൽ നൗ. ഇപ്പം അന്ന് 500 സബ്സ്ക്രൈബേഴ്സ് ആയെങ്കിലും പിന്നീട് ഭയങ്കര പ്രോഗ്രസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം എനിക്ക് 525 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ആൻഡ് ഐ തിങ്ക് 158.7 സംതിങ് വ്യൂസ് ആണ് എൻ്റെ ചാനലിനുള്ളത്. പക്ഷേ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഒരു വീഡിയോ ഇട്ടാൽ എനിക്ക് ഒരു സബ്സ്ക്രൈബർ എങ്കിലും വരും. ദാറ്റ് ഈസ് പക്ക. സോ ദാറ്റ് ഈസ് ദ മോട്ടിവേഷൻ ഞാൻ പിന്നെയും വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. പിന്നെ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർക്ക് എന്നെ അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഇതായിരിക്കും അവർ കാണുന്ന ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത്. സോ ഫോർ ദെം ഐ ആം വരദ, എ BA സ്റ്റുഡൻറ്റ്. കൂടുതലെല്ലാം ഞാൻ പിന്നെ പറയാം, ഇപ്പം ഇത്ര മതി. ആൻഡ് ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് കുറേ ആൾക്കാർ ജസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, വെറുതെ ടൈം കളയുന്നു, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈവൻ എന്നോട് തന്നെ കുറേ ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്, തമാശ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ബട്ട് എനിക്കിത് ആക്ച്വലി എൻ്റെ ഒരു പാർട്ട് ടൈം ജോബ് പോലെയാണ്. ഞാൻ ഇപ്പോൾ ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, പക്ഷെ വൺ ഡേ എന്തായാലും അത് നടക്കും. സോ ആക്ച്വലി ഇത്രയും മോഡേൺ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ, ഈ ഇത്രയും ടെക്നോളജി അപ്ഡേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഇതിനെ കൊണ്ടൊന്നും അറിയില്ല എന്ന് പറയുന്നത്, ഓക്കെ, ചിലപ്പോൾ അവർക്ക് അറിയുന്നുണ്ടാവില്ല, എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല. ബട്ട് അറിയാത്ത കാര്യത്തിനെ കൊണ്ട് സംസാരിക്കാൻ പാടില്ലല്ലോ. ഓക്കെ, ലീവ് ഇറ്റ്. അത് നമ്മൾ അവരൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒരു ദിവസം എന്തായാലും എല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുക്കും. ഒരു സക്സസ്ഫുൾ ഡേ എനിക്ക് വേണ്ടിയിട്ട് എന്തായാലും ഉണ്ടാവും. ഞാൻ ആ ഒരു ഹോപ്പിലാണ് ഈ ഒരു ജേർണി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നത്. പിന്നെ ഈ ഒരു 3 to 4 months ആയിട്ട് ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു ജേർണിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് 2 തരത്തിലുള്ള ആൾക്കാരാണ്. ഒരു തരം എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നല്ല ഹൈ ക്വാളിറ്റി വീഡിയോ ഐ മീൻ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. അവർക്ക് ഭയങ്കര, ചില വീഡിയോസിനൊക്കെ ഭയങ്കര റീച്ച് കുറവായിരിക്കും. ഈവൻ എൻ്റെ കേസിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ റീച്ച് തീരെ ഉണ്ടാവില്ല. വേറൊരു ഭാഗം എന്ന് പറയുന്നത് ഇതൊന്നും ചെയ്യാതെ, ഒരു അധികം എഫേർട്സ് ഒന്നും ഇടാതെ എന്തൊക്കെയോ വീഡിയോ എടുക്കുന്നു. അത് അവരുടേതായിട്ടുള്ള ഇതാണ്. ദിസ് ഈസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. അതായത് ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ വെറും, ചിലപ്പം സംടൈംസ് അതൊരു ഗുഡ് കണ്ടന്റ് പോലും ആയിരിക്കില്ല. ചിലപ്പോൾ മോശമായിട്ടുള്ള പൊട്ടത്തരായിരിക്കും, മോശമായിരിക്കും. ഈ ഇങ്ങനത്തെ വീഡിയോസിനൊക്കെ ഭയങ്കര റീച്ചും ഭയങ്കര വ്യൂസ്, ലൈക്ക് ഇതൊക്കെയാണ് കിട്ടുന്നത്. സോ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത്, ചിലപ്പം ഈ പൊട്ടത്തരങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോസിന് റീച്ച് കിട്ടും. ചിലപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുമായിരിക്കാം. പക്ഷേ ഞാനത് പ്രിഫർ ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് ടൈം എടുത്താലും പ്രശ്നമില്ല. നല്ല ഗുഡ് ക്വാളിറ്റി കണ്ടന്റ് കൊടുത്തിട്ട്
എനിക്ക് എൻ്റെ സപ്പോർട്ട് എനിക്ക് ഫോളോവേഴ്സ് ആയാലും സബ്സ്ക്രൈബേഴ്സ് ആയൊക്കെ കിട്ടിയാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എൻ്റെ. സോ അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗത്തിലേക്ക് പോകുന്നില്ല. ഇതെല്ലാം ഒരു അൽഗുരിതമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഇത്രയും ഞാനൊക്കെ നല്ല കണ്ടന്റ് ആയിട്ട് എന്താ റീച്ച് കിട്ടാത്തത്. ചിലപ്പോൾ ഞാൻ അധികം ഭയങ്കര എഡിറ്റൊന്നും ചെയ്യാത്തൊരു വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ നല്ല റീച്ചൊക്കെ ഉണ്ടാവും. സോ ഇറ്റ്സ് ബേസിക്കലി അൻ അൽഗുരിതം ഐ തിങ്ക്. എൻ്റെ ലൈറ്റ് ഓഫായി. സോ ഐ തിങ്ക് ലൈറ്റ് ഓക്കെ ആയിരിക്കും. സോ അതാണ് ഞാൻ ഇത്രയും കാലത്തെ കണ്ടന്റ് ക്രിയേഷനെ കൊണ്ട് പഠിച്ചത്. ആൻഡ് ഞാൻ വിചാരിച്ചത് കുറച്ചധികം ഷോർട്സ് ഒക്കെ ഇട്ട് ഒന്ന് റീച്ച് ആയി കഴിഞ്ഞിട്ട് ഒരു ലോങ് വീഡിയോ ഇട്ട് തുടങ്ങാന്നാണ് വിചാരിച്ചത്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് പ്രാക്ടിക്കൽ. സോ ടിൽ നൗ ഐ തിങ്ക് ഐ ഹാവ് പോസ്റ്റഡ് ഓൾമോസ്റ്റ് 42 ഷോർട്സ്. സോ this is my very first long video which I am going to post in my YouTube channel. So I think ഞാൻ ഇങ്ങനെ തുടങ്ങാന്ന് വിചാരിച്ചു. ഇനി നല്ല നല്ല കണ്ടന്റ്സ് ഒക്കെ കിട്ടുമ്പോൾ ഞാൻ ലോങ് വീഡിയോ ആയിട്ടും ഷോർട്ട് വീഡിയോ ആയിട്ടും ഒക്കെ ഇടാം. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ആ സക്സസ്ഫുൾ ഡേ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ആ ഡേ, എനിക്ക് ആ ഡേയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും വേണം. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ്. നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ആ ഫീഡ്ബാക്കാണ് എൻ്റെ ജേർണീനെ കൂടുതൽ സ്ട്രോങ് ആക്കുന്നത്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ദാറ്റ്സ് ഓൾ. അല്ലാണ്ട് ഇങ്ങനെ കമ്പൽ ചെയ്തിട്ട് ചെയ്യിപ്പിക്കുന്നില്ല. ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. സോ ദാറ്റ്സ് ഓൾ. സോ ആൻഡ് ഐ എം സോ ഹാപ്പി ടു പോസ്റ്റ് മൈ ഫസ്റ്റ് ലോങ് വീഡിയോ. സോ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.